എല്ലാം ഉണ്ടെങ്കിലും ഫീച്ചേഴ്സ് ഒന്നും മാത്രമില്ലാത്തതുകൊണ്ട് ഥാറിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാതെ അത് മാർക്കറ്റിൽ ഫെയിലായെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മാർക്കറ്റിൽ സെയിൽസ് കുറഞ്ഞു പോയ ഒന്നാണ് കേട്ടോ നമ്മുടെ ഫോഴ്സിൻ്റെ ഗൂർഖ. ആ ഫോഴ്സിൻ്റെ ഗൂർഖയുടെ 5 ഡോർ വെർഷൻ ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. അപ്പം അവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫോഴ്സിൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവരുടെ ടീസറുകളെല്ലാം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുതിയ 5 ഡോർ വെർഷനായിട്ടുള്ള ഗൂർഖയുടെ 5 ഡോർ വെർഷൻ്റെ ടീസറുകൾ എന്തായാലും പുറത്ത് വന്നു തുടങ്ങി കേട്ടോ. നമുക്ക് പറയുകയാണെങ്കിലും ഥാറിൻ്റെ അത്രയും ഫീച്ചേഴ്സിൽ ഇൻറ്റീരിയർ ക്വാളിറ്റികൾ ഇല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാം ഉണ്ടെങ്കിലും 4x4 കേപ്പബിലിറ്റീസും ഡിഫറൻഷ്യൽ ലോക്കിംഗ് സിസ്റ്റവും എല്ലാം ഉണ്ടെങ്കിലും ബെൻസിൽ വയ്ക്കുന്ന എഞ്ചിൻ ഉണ്ടെങ്കിൽ പോലും ഥാറിനെ വെല്ലാൻ പറ്റാതെ പിന്നോട്ട് തള്ളപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഫോഴ്സിൻ്റെ ഗൂർഖ എന്ന് പറയുന്ന ഈ അതികായം എന്ന് വേണേൽ പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ വേർഷനുമായിട്ട് അവർ വരികയാണ്. പുതിയ വേർഷനിലെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരമുണ്ട്, ജയനാണ്. എന്തായാലും ടീസറിൽ അവർ കാണിച്ചിരിക്കുന്ന പഴയ അതേ ഹെഡ് ലാമ്പുകളാണ്. അതായത് റൗണ്ടഡ് ഹെഡ് ലാമ്പ് വരുന്നതിന് ചുറ്റും ഒരു ഡോട്ടഡ് ലൈൻസ് ആയിട്ടുള്ള DRL വരുന്ന ആ പഴയ ഹെഡ് ലാംപ്സ് തന്നെ കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്വയറി ഷേപ്പുള്ള ഒരു ഹെഡ് ലാംപ്സ് ആയിരുന്നു. അത് വന്നിരുന്നെങ്കിൽ മൊത്തം പാളിപ്പോയേനെ കേട്ടോ. അതുപോലെ പുതിയൊരു അലോയ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. പഴയ ഗൂർഖയിൽ നിന്ന് മാറി മറ്റൊരു അലോയ് ഡിസൈനുമായിട്ട് വന്നിരിക്കുന്നു. ഓവറോൾ പുറത്തുനിന്നുള്ള എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ലാമ്പുകളും ബമ്പറും അതുപോലെയുള്ള ഫോഗ് ലാമ്പുകളും കാര്യങ്ങളും സ്നോർക്കലും റൂഫ് മൗണ്ടഡ് റെയിലിങ്ങും ഇതെല്ലാം തന്നെ പഴയ അതേ രീതിയിൽ വന്നിരിക്കുന്നു. ടെയിൽ ലാമ്പിലും ഡിസൈന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കളർ ഒരു കാണിച്ചിരിക്കുന്ന ഒരു ചെറിയ റെഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഡിഷ് ആയിട്ടുള്ള ഒരു മെറൂൺ കളറിലുള്ള ഒരു ഒരു വാഹനത്തിൻ്റെ ടീസറായിട്ട് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും നല്ല അഴകുള്ള ഒരു കളർ തന്നെയാണ് വിട്ടിരിക്കുന്നത്. അഴകുള്ള സെലീന എന്നൊക്കെ പറയുന്ന പോലെ അഴകുള്ള ഒരു ഗൂർഖയുമായിട്ടാണ് ഇത്തവണ വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 5 ഡോർ വരുമ്പോഴത്തേക്കും അതിൽ പുതിയതായ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഇൻറ്റീരിയറിൽ കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിജിറ്റൽ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർ ടീസർ കാണിച്ചിരിക്കുന്നത് സെൻട്രൽ കൺസോളിൽ അവരൊരു 9 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. അവരൊരു വലിയ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കും ആ ഒരു റഫായിട്ടുള്ള രീതിയിലുള്ള ഇൻറ്റീരിയറുകളുമായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടാതിരുന്നെന്ന് പറയാൻ പറ്റും. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും 7 ഇഞ്ചിൻ്റെ ഒരു നമുക്ക് കണ്ടിട്ട് തോന്നുന്ന ഒരു 7 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അല്ല, ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. പഴയത് അനലോഗായിരുന്നു. ഇതിലേക്ക് കൂടുതലായിട്ട് TPMS ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീഡും RPM ഗിയർ പൊസിഷനുകളും അങ്ങനെയുള്ള ലൈറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഡിജിറ്റലാക്കിയതിൻ്റെ കൂട്ടത്തിൽ TPMS കൂടി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ കൺസോളിൻ്റെ ഒരു ഇമേജ് അവർ വിട്ടിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു പുതിയതായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4x4 നോബ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഗിയർ നോബ് മാറിയതിന് ശേഷം അവർ റൗണ്ടഡ് സെലക്ടറാക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി ഡിഫറൻഷ്യൽ ലോക്കിങ്ങിൻ്റെ 2 നോബുകളെല്ലാം കാണാൻ പറ്റും. മറ്റൊന്ന് പുറത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റുകളുടെയാണ് കേട്ടോ. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ബെഞ്ച് സീറ്റുകളാണെങ്കിലും തേർഡ് റോയിൽ ക്യാപ്റ്റൻ സീറ്റുകളാണ് ടീസറിൽ അവർ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ലെതറൈറ്റ് ഫിനിഷിങ്ങുള്ള സീറ്റുകൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ടോപ്പ് ആൻഡ് വേരിയൻറ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും. അത്തരം കുറച്ച് ഇൻറ്റീരിയർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ ടീസർ അവർ പുറത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും ഈ മാസം അവസാനം ലോഞ്ച് ചെയ്യുന്നതോടെ പുതിയ കാര്യങ്ങളും എല്ലാമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാൻ കേട്ടോ.